ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡോളേഴ്സ് ലോയറിന്റെ 10th എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ തന്റെ അങ്കിളിനെ കൊന്നതിന്റെ പേരിൽ പാവം നമ്മുടെ ബൊങ്ങിനെ മർഡറിന് സസ്പെക്ട് ചെയ്ത് ജയിലിൽ അടച്ചത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആ ഒരു ജയിലിൽ വെച്ചിട്ട് ഡേവൂങ്ങിന് വളരെ പ്രിയപ്പെട്ട ഡേവൂങ്ങിന്റെ ഒരു ഫോളോവറും അതുപോലെ നമ്മുടെ ബൊങ്ങിന്റെ പഴയ ഒരു ഫ്രണ്ടും ആയിട്ടുള്ള ഒരു പ്രിസണർ ബൊങ്ങിനെ ആക്രമിക്കുന്നതിന്റെ ഇടയിൽ അവൻ തന്നെ ആ ഒരു കത്തി അവന്റെ വയറ്റിൽ കുത്തി ഇറക്കിയിട്ട് നേരെ തന്നെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ബൊങ് ഹോസ്പിറ്റലായി എന്നറിയുന്ന ജെയ് ഉടനെ തന്നെ അവനെ കാണാനായിട്ട് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവര് ബൊങ്ങിന്റെ ആ ഒരു ഓപ്പറേഷൻ കഴിയാൻ വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ബൊങ്ങിനെ ഇങ്ങനെ ആരോ കുത്തിന്നുള്ള ആ ഒരു ന്യൂസ് ജഡ്ജ് ചാ അറിയുമ്പോൾ തന്നോട് ഒരു വാക്ക് പോലും ചെയ്യാതെ അതൊരു പക്ഷെ ഓജുവിന്റെ തന്നെ പണിയായിരിക്കുമെന്ന് അവള് ഊഹിക്കുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് പലതവണ തന്നെ ബൊങ്ങിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാന്ന് ഓജു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇതേസമയം മേയറായിട്ടുള്ള ഓജു ആകട്ടെ ഇപ്പൊ അവന്റെ അസിസ്റ്റന്റിനെയൊക്കെ കുത്തിപ്പിടിച്ച് എന്നോട് ചോദിക്കാതെ എന്തിനാ അവനെ സ്റ്റാബ് ചെയ്യാനായിട്ട് നീ ആൾക്കാരെ അറേഞ്ച് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല അത് ചെയ്തതെന്ന് പറയുമ്പോൾ ഒരു പക്ഷെ തന്നെ കൂടാതെ ജഡ്ജ് ഷാ വേറൊരു ഗുണ്ടേനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചതായിരിക്കുമെന്ന് ഓജും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം രണ്ടുപേരുടെ ഇടയിൽ ചെറിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നുണ്ട്. ഇതേസമയം ഹോസ്പിറ്റലാകട്ടെ ബൊങ് ഇപ്പോൾ ഓക്കെ ആയതും അവനിപ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റേജ് എല്ലാം കടന്നു എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ അത് കേട്ട് ജയ്ക്ക് ഒരുപാട് ആശ്വാസമാകുന്നുണ്ട്. അങ്ങനെ അവനെ വിസിറ്റ് ചെയ്യാനായിട്ടുള്ള പെർമിഷനിലൂടെ തന്നെ അവനെ കയറി കണ്ടിട്ട് എത്രയും പെട്ടെന്ന് അവന് സുഖാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്നും എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ ഞാനും എനിക്ക് പറ്റുന്ന പോലെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബൊങ്ങിന് ബോധം വന്ന് അവൻ കണ്ണൊക്കെ തുറക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഓക്കെ ആയെന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ജയ്യും അവരുടെ ടീംമേറ്റ്സ് എല്ലാവരും ഓഫീസിലേക്ക് തിരിച്ചു വന്നിട്ട് ഈ ഒരു കേസിന്റെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ജയ് ഇപ്പോൾ ഓരോരുത്തരോടും പറയുന്നുണ്ട്. ഇതേസമയം ബൊങ് ആകട്ടെ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് മുമ്പ് അവൻ ഓജുവിനെ മീറ്റ് ചെയ്തപ്പോൾ ജഡ്ജ് ചായാണ് അവന്റെ റിലീസിന് വേണ്ടി വർക്ക് ചെയ്തതെന്ന് ഓജുവിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവന്റെ എക്സ്പ്രഷൻ മാറിയതും അവന്റെ ടോൺ മാറിയതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അവർ തമ്മിൽ എന്തോ ചെറിയൊരു ക്ലാഷ് ഉണ്ടെന്ന് ഇപ്പോൾ ബൊങ്ങിന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ ഓജു ആകട്ടെ ഇപ്പോൾ ബൊങ്ങിനെ വിസിറ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. അവനെ കണ്ടപ്പോൾ തന്നെ ബൊങ്ങിന് വളരെ ദേഷ്യം വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിലും ഇപ്പോഴും ബൊങ് പോലീസ് കസ്റ്റഡിയിലായതുകൊണ്ട് തന്നെ അവനെ ഹാൻഡ് കഫ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ബൊങ്ങിന് ഓജുവിനെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇതേ സമയത്ത് നീ ഇങ്ങനെ ഇവിടെ കിടക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ടെന്നും ഏതായാലും ഞാനല്ല അങ്ങനെ നിന്നെ സ്റ്റാബ് ചെയ്യാനായിട്ടുള്ള ആളെ ജയിലിലേക്ക് അയച്ചതെന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ ഓജു അവിടെ നിന്ന് പോയതിനു ശേഷം പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ചിയോൺ അവനെ കുത്തിയ സ്കോർപ്പിയോൺ എന്ന് പറഞ്ഞ ആ ഒരു പ്രതിയായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവനല്ലേ നിന്നെ കുത്തിയതെന്ന് ബൊങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ തന്നെ കത്തി വെച്ച് കുത്തിയത് ഇവനേക്കാളും ഷോർട്ടും മെലിഞ്ഞ ഒരാളായിരുന്നു എന്നും ബൊങ് പറയുമ്പോൾ അവൻ പറയുന്നത് കള്ളാണെന്ന് ചിയോണിന് അറിയാമെങ്കിലും സാക്ഷി തന്നെ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ സ്കോർപ്പിയോനെ വെറുതെ വിടുന്നുണ്ട്. മാത്രമല്ല ഓജു ബൊങ്ങിന്റെ റൂമിൽ നിന്ന് നേരത്തെ ഇറങ്ങിപ്പോയത് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ചിയോൺ കണ്ടതുകൊണ്ട് ഓജു എന്തിനാണ് നിന്നെ ഇവിടേക്ക് കാണാൻ വന്നതെന്നും അവൻ ബൊങ്ങിനോട് ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചിയോണിന് മേയറായിട്ടുള്ള ഓജുവിന്റെ പേരിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പിന്നീട് ബൊങ്ങിന് ജാമ്യം അനുവദിക്കാനായിട്ട് വീണ്ടും ട്രയൽ നടന്നതിന്റെ മുമ്പ് ജഡ്ജ് ഷായും ജയും തമ്മിൽ കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് ബൊങ്ങിന് സുഖമാകുന്നുണ്ട് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് ചാ പറയുമ്പോൾ ശരിക്കും നിങ്ങൾ അത് തന്നെയാണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നതെന്ന് ജയ് തിരിച്ച് ചായയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സമയത്ത് ജഡ്ജ് ഷാ എത്ര ശ്രമിച്ചാലും അവള് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പാസ്റ്റ് ഒരിക്കലും തന്നെ മാഞ്ഞു പോയില്ലെന്നും അത് എന്തെങ്കിലും ഒരു ദിവസം പുറത്തേക്ക് വരുമെന്നും പറഞ്ഞിട്ട് ജയ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ബൊങ്ങിന്റെ ഹിയറിംഗ് നടക്കുമ്പോൾ ബൊങ്ങിന് ജയിലിൽ ശത്രുക്കൾ ഉണ്ടെന്നും അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വിട്ട് തിരിച്ച് ജയിലിലേക്ക് പോകുന്നത് അവന് സേഫ് അല്ലെന്ന് പറഞ്ഞ് അവന് ജാമ്യം അനുവദിക്കാനായിട്ട് ജയ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള യോൺഹിയും ചിയോണും കൂടിയിട്ട് ബൊങ്ങിന് കുത്തു കിട്ടിയെങ്കിലും അവന്റെ അങ്കിളിനെ കൊന്നു എന്ന് പറയുന്ന ആ ഒരു ക്രൈമിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോഴും വ്യക്തമല്ലെന്നും ബൊങ് പുറത്തിറങ്ങിയ ഒരു പക്ഷെ ആ ഒരു എവിഡൻസസ് ഒക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുമെന്നും പറയുമ്പോൾ ജഡ്ജ് ഷായ ആകട്ടെ ഇതെല്ലാം കേട്ടിട്ട് അവന് ജാമ്യം അനുവദിക്കുന്നില്ല. അങ്ങനെ വിഷമത്തോടെ ജയ് വന്ന് ഈ കാര്യം ബൊങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ഇത് തനിക്ക് നേരത്തെ അറിയായിരുന്നു എന്നും ജഡ്ജ് ഷാ ഒരിക്കലും ഇവന് ജാമ്യം അനുവദിക്കില്ലെന്ന് നമുക്കറിയില്ലെന്നും ചോദിച്ച് അവൻ ജയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ബൊങ്ങും ജയും ആ ലോ ഫോമിലുള്ള എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടി ബൊങ് റിക്കവർ ആയതിന്റെ പേരിൽ സന്തോഷിക്കുന്നുണ്ട്. ഇതേ സമയം ജഡ്ജ് ഷായുടെ ആ ഒരു വീട്ടിലെ കാണിക്കുമ്പോൾ ഇപ്പൊ ജഡ്ജ് ഷാ ഇവിടെ മസാജറായിട്ട് വർക്ക് ചെയ്യുന്ന ജയുടെ അമ്മയുടെ അടുത്ത് ഇവിടെ വീട്ടുകാരെ പറ്റിയിട്ടൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എനിക്ക് ഫാമിലി മെമ്പേഴ്സ് ആരും തന്നെ ഇല്ലെന്ന് ഇപ്പൊ ജയുടെ അമ്മ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് ഓജു അങ്ങോട്ടേക്ക് വന്നിട്ട് അവർക്കിടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ നേരം തന്നെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട പോലെ ജയുടെ അമ്മ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ജഡ്ജ് ഷായും ഓജുവും കൂടിയിട്ട് അന്ന് ഒരു പ്രസിഡന്റിനെ കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെ അതിന്റെ ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ട് ഇത് ജഡ്ജ് ഷായുടെ ആ ഒരു വീട്ടിൽ വർക്ക് ചെയ്യുന്ന മസാജർ ഞങ്ങൾക്ക് കൊണ്ടു തന്നതാണ്
ആണെന്നും ഇതൊരു എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്തോളാനായിട്ട് ആ സ്ത്രീ പറഞ്ഞതും ഇപ്പൊ ജയ് അവന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ നേരം ജഡ്ജ് ഷായും ഓജുവും കൂടിയിട്ട് ബൊങ്ങിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ബൊങ്ങിനെ കുത്തിയത് താൻ ഓർഡർ ചെയ്തിട്ടല്ലെന്ന് ഓജു വ്യക്തമായിട്ട് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് നീ ശരിക്കും ഇവിടെ വന്നത് എന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ടല്ലേന്നും അല്ലാതെ അവനെ കുത്തിയത് നീയല്ലെന്ന് പറഞ്ഞ് എന്നോട് മാപ്പ് ചോദിക്കാനല്ലെന്നും ജഡ്ജ് ഷാ മനസ്സിലാക്കിയിട്ട് അവനോട് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ജഡ്ജ് ഷായുടെ വീട്ടിലേക്ക് അവളുടെ ഫോട്ടോ എടുക്കാനായിട്ട് ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ജയുടെ അച്ഛൻ വന്നിട്ട് അവൻ ഫോട്ടോ ഒക്കെ എടുക്കുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ജാറ് അറിയാതെ താഴേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ ഇതേ സമയം തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സ്നാം ജയുടെ അമ്മയെ വിളിക്കുമ്പോൾ അവളൊരു മാസ്ക് ഇട്ട് വന്നിട്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നതും അവളുടെ എക്സ്പ്രഷനും ഒക്കെ ഇപ്പോ ജഡ്ജ് ഷാ ഒരു മിററിലൂടെ നോക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെ ജയുടെ അമ്മയെ പറ്റിയിട്ട് ചില സംശയങ്ങളൊക്കെ ജഡ്ജ് ഷാക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ അതിനെല്ലാം ശേഷം ജയുടെ അമ്മ ജയ്ക്ക് ഇന്ന് രാത്രി 11 മണിക്ക് ഞാൻ നിങ്ങളുടെ ഓഫീസിലേക്ക് വരുമെന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വന്നിട്ട് മുമ്പ് അവൾ എടുത്തു വെച്ച ഫോട്ടോസ് ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷം ജയുടെ അമ്മ ഇപ്പോ ഓജുവും ജഡ്ജ് ഷായും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത്ര നല്ലതെന്നും അവർക്കിടയിൽ കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ ഇപ്പൊ ജയുടെ അടുത്ത് പറഞ്ഞിട്ട് അത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വിവരം അറിയുമ്പോൾ തന്നെ ജയ് ഓടി ചെന്നിട്ട് ബൊങ്ങിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു സമയത്ത് നീ നിനക്ക് ചുറ്റുള്ള ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് ബൊങ്ങ് അവളുടെ അടുത്ത് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് പറയുമ്പോൾ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ ഓജു അവന്റെ കാറെടുത്ത് ഒറ്റയ്ക്ക് ബൊങ്ങിനെ കണ്ടിട്ട് ജഡ്ജ് ഷായുടെ കുറച്ച് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഓജു ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കയറി പോകുമ്പോൾ തന്നെ അവന്റെ പുറകിലായിട്ട് 4 കാറുകളിൽ നിറയെ ഗുണ്ടകളായിട്ട് അവിടേക്ക് വരുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അതിലൊരാള് ബൊങ്ങിന്റെ അങ്കിളായിട്ടുള്ള ഡേവ് ബൊങ്ങിന്റെ അസിസ്റ്റന്റ് ആണെന്നും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓജു ബൊങ്ങിന്റെ റൂമിൽ കയറിയിട്ട് അവനോട് കുറെ സംസാരിക്കാനായിട്ട് ഇരിക്കുന്ന അതേ സമയം തന്നെ ഈ ഗുണ്ടകളെല്ലാം ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന CCTVs ഒക്കെ മറച്ചു വെച്ച് അവിടെ ഉണ്ടായിരുന്ന നഴ്സുമാരെല്ലാം ഭീഷണിപ്പെടുത്തി ഫോണും എമർജൻസി സിഗ്നൽസ് എല്ലാം ഇപ്പൊ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതേസമയം ഓജു ആകട്ടെ ബൊങ്ങിന്റെ അടുത്ത് ശരിക്കും ജഡ്ജ് ഷായാണോ നിന്നെ പുറത്തേക്ക് വിടാനായിട്ട് ജയെ ഹെൽപ്പ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അതെന്തിനാണ് അവളോട് നേരിട്ട് ചോദിക്കാതെ എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നതെന്ന് ബൊങ്ങ് അവനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു റൂമിലേക്ക് അങ്കിളായിട്ടുള്ള ഡേവോഗിന്റെ അസിസ്റ്റന്റും കുറെ ഗുണ്ടകളും കയറി വരുന്നുണ്ട്. ഇതേ സമയത്ത് അവന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള മാൻ ബേ ഇപ്പൊ ഫോണില് ആരോടോ ഇവിടെ ബൊങ്ങ് ഒറ്റയ്ക്കില്ലെന്നും അവന്റെ ഒപ്പം ഓജുവും കൂടി ഉള്ളതായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ഇവരെന്ത് ചെയ്യണമെന്ന് ഞാൻ ചോദിക്കുമ്പോഴാണ് അപ്പുറത്ത് ഇവനെ ഫോൺ വിളിച്ച് നിൽക്കുന്നത് ജഡ്ജ് ഷായാണെന്നും അവരോട് പ്രൊസീഡ് ചെയ്തോളാനും അവള് പറയുന്നുണ്ട്. ഇതിലൂടെ തന്നെ ഡേവോങ്ങിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു മാൻ ബേനെ ജഡ്ജ് ഷാ അവളുടെ കൺട്രോളിലാക്കിയെന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആ ഒരു ഗുണ്ടകളൊക്കെ അവരുടെ 2 പേരുടെയും നേരെ വരുമ്പോൾ ശത്രുക്കളാണെന്ന് പോലും നോക്കാതെ സ്വന്തം ജീവൻ രക്ഷിക്കാനായിട്ട് ഓജുവും ബൊങ്ങും കൂടി ഒരുമിച്ച് തന്നെ ഗുണ്ടകളെല്ലാരെയും ഇടിച്ച് താഴെ ഇടുന്നതാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ ഫൈറ്റിന് ശേഷം ചെറിയ ഇഞ്ചുറീസ് ഒക്കെ പറ്റിയെങ്കിലും അവരെല്ലാ ഗുണ്ടകളെയും അടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇങ്ങനെ പോകുന്നേക്കാളും മുമ്പ് നമ്മളെ 2 പേരെയും കൊല്ലാനായിട്ട് ഇത്രയും പവറുള്ള ഒരൊറ്റ ആളുള്ളൂ എന്നും ആരാണെന്ന് നിന്നോട് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നും ബൊങ്ങ് ഓജുവിന്റെ അടുത്ത് പറയുമ്പോൾ ഓജുവിന്റെ മുഖമൊക്കെ മാറുന്നുണ്ട്. അങ്ങനെ ബൊങ്ങിനും പഞ്ച് വെച്ച് കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ചെറിയ ഇഞ്ചുറീസോടെ ബൊങ്ങ് പിന്നെ നേരെ വരുന്നത് അവന്റെ ഓഫീസിലേക്ക് ജയുടെ അടുത്തേക്കാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഗുണ്ടകൾ അറ്റാക്ക് ചെയ്തു ഒരു പക്ഷേ ഈ ഒരു ഓഫീസും അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുമെന്നും അതുകൊണ്ട് ജയ് ഇവിടെ സേഫ് ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നും ബൊങ് ഇപ്പൊ പറയുമ്പോൾ ബൊങ്ങിന്റെ സേഫ്റ്റിക്ക് കൂടി വേണ്ടിയിട്ട് അവളിപ്പോ നേരെ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ചിയോനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേസമയം ഓജു അവന്റെ ആ ഒരു മേയേഴ്സ് ഓഫീസിൽ ഇങ്ങനെ അടിയൊക്കെ കൊണ്ട് വന്നിരിക്കുന്നത് കാണുന്ന അവന്റെ അസിസ്റ്റന്റ് ഇത് ആരാണ് നിങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇതിന് മാത്രം ആർക്കായിരിക്കും ധൈര്യമെന്ന് ഓജു അവന്റെ അടുത്ത് തിരിച്ച് ചോദിക്കുന്നുണ്ട്. അത്രല്ല ഈ ഒരു സമയത്താണ് ജഡ്ജ് ഷാ ശരിക്കും എന്തിനാണ് അവനെ മേയർ ആക്കിയതെന്ന് പോലും അവന് കത്തുന്നത്. അവനെ മേയർ ആക്കിയിട്ട് അവന്റെ ഓജു ഗ്രൂപ്പും അവന്റെ പൈസയെല്ലാം ജഡ്ജ് ഷാ തന്ത്രപൂർവ്വം തന്നെ ഇപ്പൊ അവളുടെ പേരിലാക്കിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ അവന് ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ തന്റെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾ തന്നെ മേയർ ആക്കിയതെന്നും അവൻ ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ചിയോൺ അവിടേക്ക് വന്നിട്ട് ബൊങ്ങിനെ എടുത്ത് അവന്റെ കസ്റ്റഡിയിൽ വെച്ചിട്ട് തന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വീണ്ടും നമ്മളെ ജഡ്ജ് ഷാനെ കാണിക്കുകയാണെങ്കിൽ ജഡ്ജ് ഷാ ഇപ്പോൾ ഡീവോങ്ങിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള മാൻ ബേനെ മീറ്റ് ചെയ്തിട്ട് ഡീവോങ് എന്താണ് ചെയ്തത്, ആരെയാണ് ലാസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് തായ്ലൻഡിൽ നിന്നും ഇവിടേക്ക് വന്ന ഒരു വുമണ്ണയാണെന്ന് അവൻ പറയുന്നത് കേൾക്കുമ്പോഴാണ് അവളുടെ പുതിയ മസാജർ ആയിട്ടുള്ള ജയുടെ അമ്മയുടെ കാര്യം അവൾ ആലോചിക്കുന്നതും അങ്ങനെ അവളുടെ പുറകിൽ കുറച്ച് സംശയങ്ങളൊക്കെ അവൾക്ക് തോന്നുന്നതും. അങ്ങനെ പിറ്റേന്ന് ട്രയൽ നടക്കുന്നതിനായിട്ട് ജയും കൂട്ടരെല്ലാരും കൂടിയിട്ട് കോർട്ടിലേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് ജയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആ ഒരു കോൾ എടുത്തിട്ട് നിനക്ക് എന്താണ് എൻ്റെ ഇത് വേണ്ടേന്ന് ജയ്
ജെയ് അപ്പുറത്തെ ആളോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബോങ്ങിന്റെ ഈ ഒരു കേസിന്റെ രണ്ടാമത്തെ ഹിയറിംഗിൽ അത് തുടങ്ങും മുമ്പ് തന്നെ ഇന്നത്തെ ഹിയറിംഗ് കേൾക്കുമ്പോൾ നീ കുറച്ച് സർപ്രൈസ്ഡ് ആവുമെന്നും പക്ഷെ എങ്ങനെയെങ്കിലും നിന്നെ ഞാൻ ഇവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവന്നും ജെയ് ബോങ്ങിന് വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജഡ്ജ് ഷാ ആ ഒരു കോർട്ടിലേക്ക് കയറുകയും ആ ഒരു ട്രയൽ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് തങ്ങൾക്ക് പുതിയൊരു വിറ്റ്നസ് ഉണ്ടെന്ന് പറഞ്ഞ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ തനിക്ക് വേണമെന്ന് അവൾ ജഡ്ജ് ഷായുടെ അടുത്ത് പറയുമ്പോൾ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള യോൺഹിയും ചിയോണും കൂടിയിട്ട് മുമ്പേ സബ്മിറ്റ് ചെയ്യാത്ത ഒരു വിറ്റ്നസിന്റെ സ്റ്റേറ്റ്മെന്റ് തങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ജഡ്ജ് ഷായോട് അത് റിജക്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന ജെയ് ആകട്ടെ ഈ വിറ്റ്നസിന്റെ മൊഴി നിങ്ങൾക്ക് റിലൈ ചെയ്യാൻ പറ്റുമെന്നും കാരണം ഗവൺമെന്റിനെ അങ്ങനെ ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാളാണ് അതെന്നും പറയുമ്പോൾ ആ ഒരു കോർട്ടിന്റെ ഡോറ് തുറന്ന് ഒരാൾ വരുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു വിറ്റ്നസ് മറ്റാരും അല്ലെന്നും ഇസിയോങ് എന്ന് പറയുന്ന ഈ ഒരു സിറ്റിയുടെ മേയർ ആയിട്ടുള്ള ആൻ ഓജു ആണെന്ന് അവൾ പറയുന്നത് കേട്ടിട്ട് ആ ഒരു കോർട്ടിലുള്ള എല്ലാവരും തന്നെ ഷോക്ക്ഡ് ആയിട്ട് പോവാണ്. ഇതൊന്നും കണ്ടിട്ട് എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയാതെ ബോങ്ങും ആകെ സർപ്രൈസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. മാത്രമല്ല ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യം വന്നിട്ടിരിക്കുന്ന ജഡ്ജ് ഷായുടെ എക്സ്പ്രഷനും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓജു ആ ഒരു കോർട്ടിലേക്ക് കയറി വന്നിട്ട് ഈ ഒരു മർഡർ ചെയ്തത് ബോങ് അല്ല എന്ന് പറഞ്ഞ് ഞാൻ അതിന് ഒരു വിറ്റ്നസ് ആണെന്ന് പറയുമ്പോൾ ആ ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്.